ഹേ എവരിവൺ, നമ്മുടെ സപ്ലൈ ചെയിൻ ചാലഞ്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ സപ്ലൈ ചെയിൻ ഡിസൈനിന്റെ 4ാമത്തെ ടോപ്പിക്കാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് റെഫറൻസ് മോഡൽ ആണ്, അതായത് സ്കോർ മോഡൽ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയിൻ ഡിസൈൻ പഠിച്ചു, സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി പഠിച്ചു. ഇന്ന് നമ്മൾ സപ്ലൈ ചെയിൻ മോഡൽ ഉപയോഗിച്ച്, അതായത് സ്കോർ മോഡൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോകണം. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോവാണ് അല്ലേ. സോ അപ്പൊ നമ്മളുടെ ഈ സ്കോർ മോഡൽ ടെൽസ് us വാട്ട് മേക്സ് അപ്പ് ഓർ വാട്ട് പ്രോസസ് മേക്സ് അപ്പ് എ സപ്ലൈ ചെയിൻ. അതായത് ഒരു സപ്ലൈ ചെയിൻ അപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രോസസ് ആണ് അതിലുള്ളത്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോസസ് ആണ് അതിലുള്ളതെന്നാണ് നമ്മളുടെ ഈ സ്കോർ മോഡൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്ക് ഈ സ്കോർ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള പ്രോസസ്സുകളെല്ലാം സപ്ലൈ ചെയിനിൽ കറക്റ്റ് ആയിട്ട് മാപ്പ് ചെയ്യാനും അതേപോലെ തന്നെ അത് മെഷർ ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് റെഫറൻസ് മോഡൽ. ഓക്കെ, സോ ഇത് അതിന്റെ ഷോർട്ട് ഫോം ആണ് സ്കോർ മോഡൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ സപ്ലയർ ഉണ്ട് ആൻഡ് അടുത്ത സൈഡിൽ എന്താണ്, കസ്റ്റമർ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് 6 ഫംഗ്ഷൻസ് ആണുള്ളത്. ഈ 6 ഫംഗ്ഷൻസും ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്ലാൻ ഉണ്ട്, സോഴ്സ്, മേക്ക്, ഡെലിവർ, റിട്ടേൺ ആൻഡ് എനേബിൾ. ഇത് രണ്ടും എനേബിൾ തന്നെയാണ്. സോ ദാറ്റ്സ് വൈ ഐ ആം സേയിങ് 1 2 3 4 5 6. ഓക്കെ, സോ നമുക്കുള്ളത് അഗൈൻ പറയുകയാണെങ്കിൽ പ്ലാൻ, സോഴ്സ്, മേക്ക്, ഡെലിവർ, റിട്ടേൺ ആൻഡ് എനേബിൾ. ദാറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ സപ്ലയർ ആൻഡ് ദ ഫൈനൽ കസ്റ്റമർ. ഈ മോഡൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് എന്താണ് ഓർത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു 6 ഫംഗ്ഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ ചെയിൻ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഏതൊരു പ്രോസസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിലോട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്ത് ദാറ്റ് നമ്മൾ ഒന്ന് ഡീപ് ഡൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്ലയറിന്റെയും കസ്റ്റമറിന്റെ ഇടയ്ക്കുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാൻ. പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സപ്ലൈ ചെയിൻ പ്ലാനിങ് ആണ് അല്ലെ. അപ്പൊ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൽ എന്താണ് വരുന്നത്, നമ്മുടെ കസ്റ്റമറിന്റെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയണം അല്ലെ. അപ്പം അവിടെ എന്താണ് നമ്മളുടെ ഡിമാൻഡ് പ്ലാനിങ് ആണ് നടക്കുന്നത് അല്ലെ. ആസ് എ മാനുഫാക്ചറർ എനിക്ക് എന്റെ കസ്റ്റമറിന്റെ ഡിമാൻഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ പ്ലാൻ ചെയ്യണം. അപ്പൊ ഡിമാൻഡ് പ്ലാനിങ് അതിൽ വരും, അതേപോലെ സപ്ലൈ പ്ലാനിങ് വരും, ആൻഡ് അതേപോലെ ഇൻവെന്ററി പ്ലാനിങ് ആൻഡ് ദെൻ ഓൾസോ പ്രൊഡക്ഷൻ പ്ലാനിങ് അല്ലെ. അപ്പം അതാണ് പ്ലാൻ എന്നുള്ള ഒരു ഫംഗ്ഷനിൽ നടക്കുന്നത്. നൗ സെക്കൻഡ് വൺ ഈസ് സോഴ്സ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് റോ മെറ്റീരിയൽ തരേണ്ട സപ്ലയേഴ്സ്, അതായത് സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർമെന്റ്, എനിക്ക് വേണ്ടുന്ന സപ്ലയേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യണം, അതേപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് റോ മെറ്റീരിയലും കിട്ടണം. ദാറ്റ് ഈസ് സോഴ്സിങ്. ആൻഡ് ദെൻ മൂന്നാമത്തേതാണ് മേക്ക് അല്ലെ. നമ്മുടെ കയ്യിൽ റോ മെറ്റീരിയൽ എത്തി, ഇനി എന്താണ്, റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മേക്ക്. ആൻഡ് ദെൻ അടുത്തതാണ് ഡെലിവർ. ഡെലിവർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺസ് വി പ്രൊഡ്യൂസ് ദ ഐറ്റം, വൺസ് വി റെഡി വിത്ത് ദ ഫിനിഷ്ഡ് ഗുഡ്സ്, നമ്മൾ അതെന്താണ് ഫൈനൽ കസ്റ്റമറിന്റെ അടുക്കലേക്ക് എത്തിക്കണം. അവിടെയാണ് ഡെലിവർ വരുന്നത്. ഡെലിവർ എന്താണ്, അവിടെ നമുക്ക് ലോജിസ്റ്റിക്സ് വരാം, ട്രാൻസ്പോർട്ടേഷൻ വരാം, അതേപോലെ ലാസ്റ്റ് മൈൽ ഒപ്റ്റിമൈസേഷൻ വരാം, റീറ്റെയിൽ വരാം, അതെല്ലാം വരുന്നത് ഡെലിവറിലാണ്. ആൻഡ് ദെൻ അടുത്തതാണ് റിട്ടേൺ. റിട്ടേൺ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ അകത്ത് നമ്മൾ റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പഠിച്ചില്ല അല്ലെ. അപ്പൊ റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പലപ്പോഴും കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് സാധനം റിട്ടേൺ വരാം അല്ലെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ലാപ്ടോപ്പ് മേടിച്ചെന്നിരിക്കട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നത് ആ ലാപ്ടോപ്പിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് ഒന്ന് ബ്രോക്കൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും അല്ലെ. അപ്പൊ അതും ഒരു ഫംഗ്ഷൻ ആണ്, റിട്ടേൺ വരുന്നത് ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് വാറന്റിയോ ഗ്യാരണ്ടിയോ ഒന്നും ഇല്ല, നമ്മൾ തിരിച്ചെടുക്കില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് അത് മേടിക്കാനും കുറച്ചൊന്ന് മടിക്കും. അപ്പം റിട്ടേൺ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഇത്രയും നടക്കുന്ന എവിടെയാണ്, കസ്റ്റമേഴ്സിന്റെ സപ്ലയറിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഇതെല്ലാം നടക്കാൻ വേണ്ടിയിട്ട്, ഈ ഫംഗ്ഷൻ എല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് we should have some enablers or we should enable some functions. അതെന്തൊക്കെയാവാം, അത് ഒരു പക്ഷെങ്കിൽ സ്റ്റാഫ് ട്രെയിനിങ് ആവാം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടാവുക എന്നുള്ളതാവാം, അതേപോലെ സ്റ്റാഫിന് വേണ്ടുന്ന സാലറി, ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാവാം, അവർക്ക് പറ്റിയൊരു നല്ലൊരു വർക്കിംഗ് കൾച്ചർ എന്താണ് എൻഷുർ ചെയ്യുന്നതാവാം. അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട്, അത് HR ആവാം, ഫിനാൻസ് ആവാം, മാർക്കറ്റിംഗ് ആവാം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആവാം. കാരണം ഈ സെയിൽസ് ഡിപ്പാർട്ട്മെന്റും അതേപോലെ നമ്മുടെ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ അവരുടെ അടുക്കൽ നിന്നാണ് നമുക്ക് ഡിമാൻഡ് വരുന്നത്, അതേപോലെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ സെല്ല് ചെയ്യേണ്ടതും അവരാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ക്ലോസ്ലി ഉള്ളൊരു എന്താണ് ഒരു കൊളാബറേഷൻ ആവാം, അതൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ റെഗുലേറ്ററി സൈഡിൽ നിന്നുള്ളത്, അതിപ്പോ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലൈന്റ് ആണ്. അതായത് നമ്മൾ ഓരോ വർഷവും ടാക്സ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ റിലേറ്റഡ് കാര്യങ്ങൾ ഉണ്ടാവാം. അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാം. ഇതെല്ലാമാണ് എനേബിളിംഗിൽ വരുന്നത്. അപ്പം ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മളുടെ ഒരു കംപ്ലീറ്റ് സപ്ലൈ ചെയിൻ നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഈ സപ്ലൈ ചെയിൻ മോഡൽ, അതായത് സ്കോർ മോഡൽ ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് പ്രോസസ് മേക്സ് അപ്പ് എ സപ്ലൈ ചെയിൻ. അതായത് ഒരു സപ്ലൈ ചെയിൻ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സ് ഭംഗിയായിട്ട് നടന്നാൽ പറ്റുമെന്ന് പറയുന്ന മോഡലാണ് സ്കോർ മോഡൽ. സോ അപ്പൊ നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ വിത്ത് ദാറ്റ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാം കണ്ടോ 2 വേ ആരോ മാർക്സ് ഉണ്ട് അല്ലെ. അതായത് സപ്ലയറും പ്ലാനിങ്ങും തമ്മിൽ 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്ലാനിങ്ങും കസ്റ്റമറും തമ്മിൽ 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്.
കാരണം എന്താണ്? നമ്മൾ അഗെയിൻ ഫസ്റ്റ് വീഡിയോയിലെ സപ്ലൈ ചെയിന്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റഡ് മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് ഫിനാൻസസ് അല്ലെ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്ലയറിന്റെ അടുക്കൽ നിന്നും പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ മാനുഫാക്ചറർ സൈഡിൽ നിന്ന് സപ്ലയറിലോട്ടാണെങ്കിലും കസ്റ്റമറിലോട്ടാണെങ്കിലും, ഇതെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാം ഓരോ ഡിഫറെന്റ് കമ്പനി ആയിട്ട് എടുത്തു കഴിഞ്ഞാലും എല്ലായിടത്തും ഇൻഫർമേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫിനാൻസസ്, ഇതിന്റെ മൂന്നിന്റെയും ഫ്ലോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതെല്ലാം എന്താണ്? ടു വേ ഫ്ലോ ആണ്. അതായത് ഇൻഫർമേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഫിനാൻസസിന്റെ ടു വേ ഫ്ലോ ആണ് കാണുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു മോഡലിലേക്ക് നമ്മളുടെ ബിസിനസിന്റെ അകത്ത് പ്രോസസ് എല്ലാം നമുക്ക് മാപ്പ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ഈ പ്രോസസ് എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? നിങ്ങൾ ഇതിന് മുമ്പത്തെ പ്രീവിയസ് 2 വീഡിയോ മുമ്പേ ഉള്ള വീഡിയോ റീകളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. അപ്പം ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിലെ പ്രോസസ് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് സ്കോർ മോഡലിലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടൊക്കെയാണ് ഫ്ലോസ് ഉള്ളത്, അതായത് നമ്മുടെ സപ്ലൈ ചെയിന്റെ അജിലിറ്റി, റിലയബിലിറ്റി, റെസ്പോൺസീവ്നെസ്, അതേപോലെ തന്നെ കോസ്റ്റ് എല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിന്റെ അകത്തോട്ട് നമ്മുടെ ബിസിനസ് പ്രോസസ് എല്ലാം മാപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും വി ഹാവ് സം പ്രോബ്ലം വിത്ത് റിട്ടേൺ ഒരുപക്ഷെ റിവേഴ്സ് ലോജിസ്റ്റിക്സിൽ നമ്മളുടെ തേർഡ് പാർട്ടി വെണ്ടർ ഒരുപക്ഷെങ്കിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് പ്രകാരം വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാം. അപ്പൊ നമുക്ക് മനസ്സിലാവും റിട്ടേണിൽ വി ഹാവ് സം ഇഷ്യൂസ്. നമ്മൾ അഗൈൻ ഒന്ന് ഡീപ് ഡൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും റിട്ടേണിന്റെ അകത്ത് ആ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, നമ്മൾ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യാമെന്ന് ഏറ്റ വെണ്ടർ ആണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള ഡിലേ ആണ് കാര്യങ്ങൾക്ക് കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ കാരണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ആ ഒരു പ്രോസസ് അപ്പൊ നമുക്ക് അത് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു പ്രോസസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതൊരു പക്ഷേ വെണ്ടറിനെ മാറ്റുന്നതാവാം, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരു വെണ്ടറിനെ കൂടെ പിക്ചറിലേക്ക് കൊണ്ടുവരുന്നതാവാം, എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻസ് എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാവാം. അപ്പൊ അങ്ങനെയുള്ള പല ആസ്പെക്ട്സ് മെഷർ ചെയ്യാനാണെങ്കിലും, അതേപോലെ പ്രോസസ്സുകൾ മാപ്പ് ചെയ്തിട്ട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഈ മോഡൽ യൂസ്ഫുൾ ആവും. ഓക്കെ, സോ അപ്പൊ വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വിത്ത് ദാറ്റ് നമ്മുടെ ജി റൈഡിന്റെ എക്സാമ്പിളിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു ജി റൈഡ് എന്താണ്? ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മാനുഫാക്ചറർ ആണ്. നമ്മൾ അതിന്റെ എക്സാമ്പിൾ ആണ് ഫ്രം ബിഗിനിങ് ടിൽ ലാസ്റ്റ് എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോസസ്സ് ഇന്റർ കണക്റ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കോർ മോഡലിൽ നമുക്ക് 5 ഫംഗ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലാൻ, സോഴ്സ്, മേക്ക്, ഡെലിവർ, റിട്ടേൺ ആണ് ഈ 5 ഫംഗ്ഷൻസ്. ആൻഡ് പ്ലസ് നമുക്ക് എനേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ജി റൈഡിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പ്ലാനിങ്ങിൽ നമുക്ക് വരുന്ന പ്രൈമറി ആക്ടിവിറ്റി എന്താണ്? പ്രൈമറി ഫോക്കസ് എന്താണ്? ബാലൻസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഒരു ഫോർകാസ്റ്റിംഗ് വരാം, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വരാം, കപ്പാസിറ്റി പ്ലാനിങ് വരാം, എക്സെട്ര. ആൻഡ് ദെൻ അതേപോലെ നമ്മളുടെ ജി റൈഡിൻ്റെ എക്സാമ്പിൾ സ്പെസിഫിക്കലി നോക്കിയാൽ എന്താണ്? ജി റൈഡ് പ്ലാൻസ് മന്ത്ലി സ്കൂട്ടർ ഡിമാൻഡ് ആൻഡ് അലൈൻസ് വിത്ത് ഔട്ട്സോഴ്സ് ബാറ്ററി സപ്ലയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് നമുക്ക് വരുന്ന ഡിമാൻഡിനനുസരിച്ച് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തേക്കും നമ്മളുടെ ലിഥിയം അയൺ ബാറ്ററി വരുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തേതാണ് സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഴ്സിങ് ആൻഡ് പ്രൊക്യൂർ റോ മെറ്റീരിയൽ ആൻഡ് കമ്പോണൻസ്. അപ്പം ഇത് എന്താണ്? സപ്ലയർ സെലക്ഷൻ, അതേപോലെ പ്രൊക്യൂർമെൻറ്റ്, പർച്ചേസിങ്, ഓൾസോ ദ കോൺട്രാക്ട്സ് ബിറ്റ്വീൻ ദ സപ്ലയേഴ്സ്, അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സബ് ആക്ടിവിറ്റീസ്. നമുക്ക് ബൈ മോട്ടോഴ്സ്, കൺട്രോളേഴ്സ് ആൻഡ് നമ്മളുടെ ബാറ്ററീസ് ഫ്രം ടയർ 1 സപ്ലയേഴ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ നമ്മുടെ ജി റൈഡിൻ്റെ എക്സാമ്പിളിൻ്റെ അകത്ത് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു സോഴ്സിങ്. മൂന്നാമത്തേതാണ് മേക്ക് എന്താണ്? ഫിനിഷ്ഡ് ഫ്രം റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ കേസിൽ എന്താണ്? നമ്മൾ അസംബിൾ ചെയ്യുകയാണല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂട്ടർ അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ് എല്ലാം നമുക്ക് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അസംബിൾ സ്കൂട്ടേഴ്സ് യൂസിങ് ഔട്ട്സോഴ്സ് ബാറ്ററി പാക്സ്. ആൻഡ് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്ലാന്റ് തെലങ്കാന, ഹൈദരാബാദിലാണ് അല്ലേ. ആൻഡ് നാലാമത്തേതാണ് ഡെലിവർ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമറിൻ്റെ അടുക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു പക്ഷേ തേർഡ് പാർട്ടി ത്രൂ ആവാം, നമ്മളുടെ ഡയറക്റ്റ് സർവീസ് സെൻറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ദ കസ്റ്റമേഴ്സ്. നമ്മൾ ഓർഡേഴ്സ് മാനേജ് ചെയ്യണം, അതായത് നമുക്ക് വരുന്ന ഓർഡേഴ്സ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അതേപോലെ നമ്മുടെ വെയർ ഹൗസിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, അത് ഇറ്റ് ക്യാൻ ബി തേർഡ് പാർട്ടി ഓൾസോ, ബട്ട് വി ഷുഡ് എൻഷുർ ദോസ് സബ് ആക്ടിവിറ്റീസ് ആൾസോ. ആൻഡ് ദെൻ അതിൻ്റെ അകത്ത് വരുന്ന എന്താ? ഡെലിവർ ഫിനിഷ്ഡ് സ്കൂട്ടേഴ്സ് ടു ദ ഡീലർഷിപ്സ് ആൻഡ് റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ഇന്ത്യ. ആൻഡ് അടുത്തതാണ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഇൻ കേസ് നമ്മളുടെ സ്കൂട്ടേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു വരും അല്ലേ. അതൊരു പക്ഷേ സർവീസ് സെൻറ്റേഴ്സിനാവും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രാഞ്ചൈസിന്നൊക്കെ ആവാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ആ റിവേഴ്സ് ലോജിസ്റ്റിക്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് റിട്ടേണിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് റിട്ടേൺസ്, റിപ്പയർസ്, റീസൈക്ലിംഗ്, സംടൈംസ് റീപ്ലേസ്മെൻറ്റ് ഓൾസോ. നമുക്ക് ഒരു പക്ഷെങ്കിൽ ചില നേരം റിപ്പയർ ചെയ്തത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതേപോലെ ചില നേരം റീസൈക്കിൾ ചെയ്യാനും പറ്റുന്ന കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യേണ്ടി വരും, നമ്മൾ പുതിയ പാർട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അതെന്താണ്? നമ്മുടെ ഹാൻഡിൽ ഡിഫക്റ്റീവ് സ്കൂട്ടേഴ്സ് ഓർ ബാറ്ററി മൊഡ്യൂൾസ് റിട്ടേൺ ഫ്രം ദ മാർക്കറ്റ്. ആൻഡ് ഈ 5 ഫംഗ്ഷനും
സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ നമുക്ക് എന്താണ് എനേബിളേഴ്സ് വേണം അല്ലേ, സപ്പോർട്ട് ഓൾ ദ ഫംഗ്ഷൻസ്. അതെന്താവാം, നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ളതൊക്കെ ആവാം. നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ EV പോളിസി കംപ്ലയൻസ് ആൻഡ് ഓൾസോ ചാർജിങ് ഇൻഫ്രാ പാർട്ട്ണർഷിപ്പ്. ബിക്കോസ് നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ചിന്തിക്കുന്നുണ്ടാവില്ല, ചിലവ് കുറവാണ്, കാര്യമൊക്കെ ശരിയാണ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഓരോ 50 കിലോമീറ്റേഴ്സെങ്കിലും എനിക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടോ, ഇൻ കേസ് അത്യാവശ്യം ചാർജ് ചെയ്യേണ്ടി വന്നാൽ എനിക്ക് വഴി നിന്ന് പോകുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പം നമുക്ക് എന്താണ്, വി ഷുഡ് എൻഷുർ ദാറ്റ് നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് എൻഷുർ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ജി റൈഡിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ജി റൈഡിൻ്റെ ഒരു എക്സാമ്പിൾ ഫ്രം ദ എക്സാമ്പിൾ ഫോർ ദ സ്കോർ മോഡൽ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സപ്ലൈ ചെയിൻ റെഫറൻസ് മോഡൽ എന്താണെന്ന് പഠിച്ചു, ആൻഡ് അതേപോലെ അതിന്റെ യൂസേജ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ അകത്തെ മേജർ ഫംഗ്ഷൻസ് 6 ഫംഗ്ഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? പ്ലാൻ, സോഴ്സ്, മേക്ക്, ഡെലിവർ ആൻഡ് റിട്ടേൺ പ്ലസ് എനേബിൾ. ഈ ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചു. ഇത് ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ബിറ്റ്വീൻ ദ സപ്ലയർ ആൻഡ് ദ ഫൈനൽ കസ്റ്റമർ. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം അലോങ് വിത്ത് ദാറ്റ് നമ്മൾ അതിന്റെ എക്സാമ്പിൾ നോക്കി. സോ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് നോട്ട്, പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഐ വിൽ ബി റെസ്പോണ്ടിങ് ടു ദാറ്റ്. വിത്ത് ദാറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.